ഹലോ വെൽക്കം ടു ഹംഗ്രി ഗൈസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ സ്പെഷ്യൽ ചിക്കൻ തോരനാണ് കേട്ടോ. ഒരു കടായിലേക്ക് നീളത്തിനരിഞ്ഞ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുരുമുളക് പൊടിയും ചേർക്കും. അതുകൊണ്ട് തന്നെ കളറിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇറച്ചി ആഡ് ചെയ്യുന്നത്. ബോണുള്ള പീസസ് ആണെങ്കിലും കുഴപ്പമില്ല. നമുക്കത് വെന്ത് വരുമ്പോഴത്തേക്കും ബോണും പീസും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയി കിട്ടും കേട്ടോ. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഹംഗ്രി ഗൈസ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണണം കേട്ടോ. ഇനി നമുക്ക് മാറ്റി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഉപ്പ് നമുക്ക് ഈ സമയത്ത് നോക്കാം. ഇല്ല നമുക്ക് ഫ്ലെയിമിൽ വച്ചതിന് ശേഷം ഇടയ്ക്ക് നോക്കിയാലും മതി. അപ്പോൾ നമ്മൾ ഫ്ലെയിമിലേക്ക് ഇപ്പോഴാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ചാൽ മതി. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർക്കത്തില്ല കേട്ടോ. ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി അതിൽ തന്നെയാണ് അത് വെന്ത് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അടിക്ക് പിടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനായിട്ട് ഒന്ന് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അടി കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ അടിക്ക് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കുത്തി ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പീസും എല്ലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് തോരനല്ലേ തേങ്ങയൊക്കെ ചേർക്കണ്ടേ. നമുക്ക് വേറൊരു ചീനച്ചട്ടിയിലോ പാനിലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞങ്ങളിപ്പം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയാണ്. ആ തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് മതി. അതാണ് കുറച്ചുകൂടെ എളുപ്പപ്പണി കേട്ടോ. പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു വെന്ത് വന്നിരിക്കുന്ന ചിക്കനിലേക്ക് ഈ ഒരു തേങ്ങയുടെ മിക്സ്ചറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ തോരൻ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ അടിപൊളിയായിരിക്കും. ചൂടോടെ ചപ്പാത്തിക്കും ചോറിനും എല്ലാം ബെസ്റ്റ് കോമ്പിനേഷൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.